ഹലോ സ്റ്റുഡൻസ്, അപ്ലൈഡ് ഫിസിക്സ് 1-ലെ മൊഡ്യൂൾ 1-ഉം 2-ലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ടോപ്പിക്സ് മുഴുവൻ പഠിച്ചു തീർന്നതിന് ശേഷം നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1-ന്ന് സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 1-ൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം, ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ക്വാണ്ടിറ്റീസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ശ്രദ്ധിക്കുക, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മറ്റു ക്വാണ്ടിറ്റീസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇനി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് 3 എക്സാമ്പിൾസ് ഉണ്ട്: ലെങ്ത്, മാസ്, ടൈം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിക്ക് 2 എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക: സ്പീഡും വെലോസിറ്റിയും. ലെങ്ത്തും മാസും ടൈമും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിളാണ്. വെലോസിറ്റി, സ്പീഡ് എന്നിവയൊക്കെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിളാണ്. ഇനി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സിനെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ആണ് എന്ത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ആണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ആണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. അതിന് എക്സാമ്പിളാണ് മീറ്റർ, സെക്കൻഡ്, കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റിന് എക്സാമ്പിളാണ് മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, എക്സെട്ര. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ബാക്കി ക്വാണ്ടിറ്റീസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയി നിന്നാൽ അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ് ലെങ്ത്, മാസ്, ടൈം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ് സ്പീഡ്, വെലോസിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ആണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അതിന് എക്സാമ്പിളാണ് മീറ്റർ, സെക്കൻഡ്, കിലോഗ്രാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അതിന് എക്സാമ്പിളാണ് മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, എക്സെട്ര. ഇനി നമ്മൾ പോണത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലേക്കാണ്. സിസ്റ്റം ഓഫ് യൂണിറ്റ് പ്രധാനമായിട്ട് നമ്മളിവിടെ 3 സിസ്റ്റമാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്: CGS, FPS, MKS. CGSൽ C സെൻറ്റിമീറ്റർ ആണ്, G ഗ്രാം ആണ്, S സെക്കൻഡ് ആണ്. FPS P പൗണ്ട് ആണ്, S സെക്കൻഡ് ആണ്. MKSൽ M മീറ്റർ ആണ്, K കിലോഗ്രാം ആണ്, S സെക്കൻഡ് ആണ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SI യൂണിറ്റിനെ കുറിച്ചിട്ടാണ്. SI യൂണിറ്റ് സിസ്റ്റം നമ്മളിവിടെ 7 SI യൂണിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തത് ലെങ്ത് ആണ്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, നമ്മൾ സ്മോൾ ലെറ്റർ M വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ടൈം സെക്കൻഡ് ആണ് യൂണിറ്റ്, സ്മോൾ ലെറ്റർ S വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. മാസ് കിലോഗ്രാം, kg എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കെൽവിൻ, ക്യാപിറ്റൽ ലെറ്റർ K വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. കറണ്ട്, ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ് യൂണിറ്റ്, ക്യാപിറ്റൽ ലെറ്റർ A വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ലുമിനസ് ഇൻറ്റൻസിറ്റി ക്യാൻഡിലയാണ് യൂണിറ്റ്, CD വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ്, മോൾ തന്നെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനും യൂസ് ചെയ്യണം. ഈ 7 ക്വാണ്ടിറ്റീസ് ഓർത്ത് വയ്ക്കുക. പ്ലസ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സും ഓർത്ത് വയ്ക്കുക കേട്ടോ. CGS, FPS, MKS, അതിന് അഡീഷണൽ ആയിട്ട് SI യൂണിറ്റ് സിസ്റ്റം. ഇനി SI യൂണിറ്റ് സിസ്റ്റത്തിന് 3 അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുക, SI യൂണിറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സിസ്റ്റമാണ്. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സിസ്റ്റമാണ് SI യൂണിറ്റ് സിസ്റ്റം. അത് കൊഹറൻ്റ് ആണ്, ഇറ്റ് ഈസ് കൊഹറൻറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് കോംപ്രഹെൻസീവ്. SI യൂണിറ്റ് സിസ്റ്റം യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്, കൊഹറൻ്റ് ആണ്, കോംപ്രഹെൻസീവ് ആണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എറർ എന്നുള്ള ടോപ്പിക്കിലേക്കാണ്. എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എറർ. എററിനെ നമ്മൾ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യുന്നു: സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. അതിൽ തന്നെ സിസ്റ്റമാറ്റിക് എററിനെ എഗെയിൻ 3 ക്ലാസിഫൈ ചെയ്യുന്നു: ഒബ്സർവേഷണൽ എറർ, എൻവയോൺമെൻറ്റൽ എറർ, ഇൻസ്ട്രുമെൻ്റൽ എറർ. ഒബ്സർവേഷണൽ എറർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എററിനെയാണ് ഒബ്സർവേഷണൽ എറർ എന്ന് പറയാം. എൻവയോൺമെൻറ്റൽ എറർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സിറ്റുവേഷൻസ് കാരണം ഉണ്ടാകുന്ന എററാണ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഒക്കെ പറയാം. വേറൊരെണ്ണം ഇൻസ്ട്രുമെൻ്റൽ എററാണ്. ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ തകരാറ് കൊണ്ട്, ഡാമേജ് കൊണ്ട് ഉണ്ടാകുന്ന എററാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. എറർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ ആൻഡ് മെഷേർഡ് വാല്യൂ ആണ്. എററിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യുന്നു: സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. സിസ്റ്റമാറ്റിക് എററിനെ തന്നെ വീണ്ടും 3 ക്ലാസിഫൈ ചെയ്യുന്നു: ഒബ്സർവേഷണൽ എറർ, ഇൻസ്ട്രുമെൻ്റൽ എറർ, എൻവയോൺമെൻറ്റൽ
എൻവയോൺമെൻറ്റൽ എറർ. ഒബ്സർവേഷണൽ എറർ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ്റെ മിസ്റ്റേക്കും ഉണ്ട്. എൻവയോൺമെൻറ്റൽ എറർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സിറ്റുവേഷൻസ് കാരണം. ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിഫക്റ്റ് ഡാമേജ് കാരണം ഉണ്ടാകുന്ന എററാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. നെക്സ്റ്റ് ടോപ്പിക്ക് സ്കാലാസും വെക്ടേഴ്സാണ്. സ്കാലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസ് ആണ് സ്കാലാർ ക്വാണ്ടിറ്റീസ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസ് ആണ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അതിന് നമ്മൾ സ്കാലാസ് എന്ന് പറയും. ഇനി ഒരു ക്വാണ്ടിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അതിനെ വെക്ടേഴ്സ് എന്ന് പറയും. സ്കാലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് ടെമ്പറേച്ചർ, മാസ്, സ്പീഡ് എക്സെട്ര. വെക്ടേഴ്സിന് എക്സാമ്പിളാണ് വെലോസിറ്റി, ഫോഴ്സ് എക്സെട്ര കേട്ടോ. സ്കാലാറിൻ്റെ എക്സാമ്പിൾ സ്പീഡ് ഓർത്ത് വയ്ക്കുക, വെക്ടറിൻ്റെ എക്സാമ്പിൾ വെലോസിറ്റി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ പോണത് നെക്സ്റ്റ് ടോപ്പിക്ക് ന്യൂട്ടൻ്റെ ലോസിലേക്കാണ്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ അല്ലേ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടുള്ള ബസ്സിലാണെന്ന് വിചാരിക്കുക. ഈ ബസ്സിൽ നമ്മളിപ്പോൾ ഒരു 10 പേര് ഉള്ളിൽ നിന്ന് ഈ ബസ്സിനെ തള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബസ് മൂവ് ചെയ്യില്ല അല്ലേ. പക്ഷെ നമ്മളിതേ 10 പേര് പുറത്തുനിന്നാണ് തള്ളുന്നതെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കാണോ തള്ളുന്നത് ആ ഡയറക്ഷനിൽ ആ ബസ് മൂവ് ചെയ്യില്ലേ. അതായത് റെസ്റ്റിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചലനാവസ്ഥയിൽ മോഷനിലുള്ള ഒരു വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ റെസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഏത് ഭാഗത്തുനിന്ന് ഫോഴ്സ് കൊടുക്കണം? എക്സ്റ്റേണൽ ആയിട്ട് അല്ലേ, ബാഹികമായിട്ടൊരു ഫോഴ്സ് കൊടുക്കണം. അതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ അതിനെ മോഷനിലാക്കാനോ മോഷനിലായിട്ടുള്ളൊരു വസ്തുവിനെ റെസ്റ്റിലേക്ക് ആക്കാനോ എക്സ്റ്റേണൽ ആയിട്ടൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, the rate of change of momentum of a body is directly proportional to force ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഫോഴ്സിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. അഥവാ F is equal to m into a ആണ്. ഇവിടെ m മാസാണ്, a ആക്സിലറേഷൻ ആണ്. ഇനി ന്യൂട്ടൻ്റെ തേർഡ് ലോ അല്ലേ. ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്താ പറയുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായിട്ടൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തുവിനെ ചലിപ്പിക്കാൻ, റെസ്റ്റിലുള്ളൊരു വസ്തുവിനെ മോഷനിലേക്ക് ആക്കാൻ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു അൺബാലൻസ്ഡ് ഫോഴ്സ്, പുറമേ നിന്നൊരു ഫോഴ്സ് കൊടുക്കണം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആണ്. തേർഡ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അടുത്ത നമ്മൾ പറയുന്നത് ഇനേർഷ്യനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ടെൻഡൻസിയാണ്, ഒരു പ്രവണതയാണ്. ഒരു വസ്തുവിന്, ഒരു ഒബ്ജക്റ്റിന്, ഒരു ബോഡിക്ക് ഒന്നില്ലെങ്കിൽ റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ റെസ്റ്റിലോ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി. ഇപ്പോൾ നമ്മളൊരു റേസിൽ പങ്കെടുക്കുകയാണ്, അപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യില്ലേ, കുറച്ച് ദൂരം കൂടെ ഓടിപ്പോകുന്നില്ലേ. ആ ഒരു പ്രോസസ്സാണ് ഈ ഒരു ഇനേർഷ്യ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ടെൻഡൻസിയാണ്, ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ റെസ്റ്റ് ഓർ മോഷൻ. ഒന്നില്ലെങ്കിൽ റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലോ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി. ഇനേർഷ്യനെ നമുക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. ഇനേർഷ്യ അറ്റ് റെസ്റ്റും ഇനേർഷ്യ അറ്റ് മോഷനും. ഇനേർഷ്യ അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ ഇനേർഷ്യ അറ്റ് മോഷൻ എന്താ? ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ മോഷൻ. ഇനേർഷ്യ അറ്റ് റെസ്റ്റും ഇനേർഷ്യ അറ്റ് മോഷനും. ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ റെസ്റ്റ് ഓർ മോഷൻ. ഒന്നില്ലെങ്കിൽ റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലോ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവ്, ടെൻഡൻസി. ഈ ഇനേർഷ്യനെ നമ്മൾ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യും. ഇനേർഷ്യ അറ്റ് റെസ്റ്റും ഇനേർഷ്യ അറ്റ് മോഷനും. ഇനേർഷ്യ അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വസ്തുവിൻ്റെ ടെൻഡൻസി. മോഷനോ, ഇനേർഷ്യ അറ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ മോഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വസ്തുവിൻ്റെ ടെൻഡൻസി. ഇനേർഷ്യ അറ്റ് റെസ്റ്റിനൊരു എക്സാമ്പിളാണ് നിർത്തിയിട്ടുള്ള ബസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ബസ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ബാക്ക്വേർഡായിട്ട് മൂവ് ചെയ്യണത്. ഇനേർഷ്യ അറ്റ് മോഷൻ എക്സാമ്പിളാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നമ്മൾ നിൽക്കുകയാണ്, പെട്ടെന്ന് ബസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡായിട്ട് മുന്നോട്ടേക്ക് പോകും അല്ലേ. ഇത് ഇനേർഷ്യ അറ്റ് മോഷന് എക്സാമ്പിളാണ്, ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ വരുന്നത് മൊമെൻറ്റത്തിലേക്കാണ്. എന്താ മൊമെൻറ്റം? മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റാണ് മൊമെൻറ്റം. മൊമെൻറ്റത്തിനെ പി എന്ന് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ പി ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. നെക്സ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. രണ്ട് വസ്തുക്കൾ കൂട്ടിയിടിക്കുന്നതിൻ്റെ മുന്നേ ഉള്ള മൊമെൻറ്റവും കൂട്ടിയിടിച്ചതിന് ശേഷമുള്ള മൊമെൻറ്റവും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം പഠിച്ചു വയ്ക്കുക. ദെൻ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിലേക്ക് പോവാം. F12 ഈക്വൽ ടു, F12 എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഓൺ m1 ബൈ m2. ഒന്നാമത്തെ വസ്തുവിൻ്റെ മേലെ രണ്ടാമത്തെ വസ്തു കൊടുക്കുന്ന ഫോഴ്സ് അല്ലേ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, m1v1 മൈനസ് m1u1 ബൈ ടി. m1v1 മൈനസ് m1u1 ബൈ ടി. ഇനി F21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഇക്വേഷനിൽ 1ൻ്റെ പ്ലേസിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കുക? 2 കൊടുക്കാം. F12 m1v1
മൈനസ് m1u1/t ആണ്. F21 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ 1 ഉള്ള പ്ലേസിലൊക്കെ നമ്മൾ 2 കൊടുക്കുക. അതായത് m2v2 മൈനസ് m2u2/t. ഇനി ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം ഈ F12ഉം F21ഉം ഈക്വലുമാണ് ഓപ്പോസിറ്റുമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, F12ൻ്റെ സ്ഥാനത്ത് ഏത് ഇക്വേഷൻ കൊടുക്കുക, ഈ ഇക്വേഷൻ കൊടുക്കുക. ഇനി F21ൻ്റെ സ്ഥാനത്ത് ഈ ഇക്വേഷനും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ F12ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, m1v1 മൈനസ് m1u1/t അതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി F21ൻ്റെ സ്ഥാനത്ത് ഇവിടെയുള്ള F21ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, m2v2 മൈനസ് m2u2/t അതാണ് ഇവിടെ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡിലും ടി ഉണ്ട് അല്ലേ. സോ ടിയും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള ഇക്വേഷനിൽ u മൊത്തം ഒരു സൈഡിലും v മൊത്തം ഒരു സൈഡിലും ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. സോ m1u1 പ്ലസ് m2u2 ഈക്വൽ ടു m1v1 പ്ലസ് m2v2 എന്ന് കിട്ടും. ഇത് 7 മാർക്കിൻ്റെ എസ് എ പാർട്ടിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ച് പഠിക്കുക, ചിത്രം വരച്ച് തന്നെ പഠിക്കണം. ഇക്വേഷൻ ആദ്യം F12 ഓർത്ത് വയ്ക്കുക. F12ൽ ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ 1ൻ്റെ സ്ഥാനത്തൊക്കെ 2 പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. എന്നിട്ട് അത് രണ്ടും ഈക്വലും ആണ് ഓപ്പോസിറ്റും ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ ഒരു നെഗറ്റീവ് ഇടണം കേട്ടോ, അവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, അത് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് ഉണ്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രണ്ട് സൈഡിലും ടി ക്യാൻസൽ ചെയ്ത് കളയുക. പിന്നെ ബാക്കിയുള്ള ഇക്വേഷനിൽ യു മൊത്തം ഒരുമിച്ചും വി മൊത്തം ഒരുമിച്ചും അറേഞ്ച് ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. ഇത് 7 മാർക്കിൻ്റെ എസ് എ ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോകാം. അടുത്തത് ഇമ്പൾസ് ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടൈം ഇൻ്റർവെല്ലിൽ ആക്ട് ചെയ്യുന്ന ലാർജസ്റ്റ് ഫോഴ്സ്, കുഞ്ഞ സമയം കൊണ്ട് അനുഭവപ്പെടുന്ന ലാർജസ്റ്റ് ഫോഴ്സിനെയാണ് ഇമ്പൾസ് എന്ന് പറയുക. മാക്സിമം ഫോഴ്സ് ആക്ടിങ് ഇൻ എ ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം, കുഞ്ഞൊരു ടൈം പീരീഡ് കൊണ്ട് ആക്ട് ചെയ്യുന്നാൽ ഉണ്ടാകുന്ന മാക്സിമം ഫോഴ്സിനെയാണ് ഇമ്പൾസ് എന്ന് പറയുക. ഇമ്പൾസ് ഐ എന്ന് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഐ ഈക്വൽ ടു F/t ആണ്. ഇനി ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്, പ്രൂവ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? അത് നമുക്കറിയാം, ഐ ഇമ്പൾസ് ഐ ഈക്വൽ ടു F/t ആണ്. ഇവിടെ ഉണ്ട് അല്ലേ, ഐ ഈക്വൽ ടു F/t ആണ്. ഇനി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം F ഇസ് ഈക്വൽ ടു എന്താണ്, എം എ ആണ്. F ഇസ് ഈക്വൽ ടു m/a ആണ്. അപ്പോൾ ഈ എഫിൻ്റെ സ്ഥാനത്ത് ഇവിടെ വരുന്ന ഈ എഫിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, m/a എന്ന് കൊടുത്തു. ബാക്കി പിന്നെ എന്താ ഉള്ളത്, ടി ആണ് അല്ലേ. ആ ടി അതേപോലെ എഴുതി. ഇനി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ, ഈ മൊഡ്യൂളിൽ തന്നെ നമുക്കറിയാം ആക്സിലറേഷൻ a ഈക്വൽ ടു v മൈനസ് u/t ആണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിലറേഷൻ്റെ സ്ഥാനത്ത്, ഇവിടെയുള്ള ഈ ആക്സിലറേഷൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക, v മൈനസ് u/t എന്ന് കൊടുക്കുക. രണ്ട് സൈഡിലും ടി ഉണ്ട്. സോ ടിയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്, ഇവിടെ ഒരു എം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു v മൈനസ് u ഉണ്ട്. അത് അതേപോലെ നമ്മൾ എഴുതി. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എമ്മിനെ v കൊണ്ടും എമ്മിനെ u കൊണ്ടും ഗുണിക്കുക. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഐ ഈക്വൽ ടു mv മൈനസ് mu എന്ന് കിട്ടും. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത് ഇമ്പൾസും ചേഞ്ച് ഇൻ മൊമെൻറ്റും ഈക്വൽ ആണെന്നാണ് കേട്ടോ. അടുത്ത് നമ്മൾ നോക്കുന്നത് റോക്കറ്റ് പ്രൊപ്പൽഷനാണ്. റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഒരു റോക്കറ്റ് റെസ്റ്റിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ ആ റോക്കറ്റ് റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് മൊമെൻറ്റം 0 ആയിരിക്കും. ഇനി റോക്കറ്റിന് നോസിൽ എന്നൊരു പാർട്ട് ഉണ്ട് അല്ലേ. ഈ നോസിലിൻ്റെ ഉള്ളിൽ കൂടെ ഹോട്ട് ഗ്യാസ്, ചൂടുള്ള ഗ്യാസ് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഇങ്ങനെ ഈ നോസിലിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഹോട്ട് ഗ്യാസ് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്ന ആക്ഷൻ. ഇതിൻ്റെ ഫലമായിട്ട് ഈ റോക്കറ്റ് അപ്വേർഡായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യും. അതാണ് അവിടുത്തെ റിയാക്ഷൻ. ഇപ്പോൾ നമ്മൾ 2 പോയിന്റ് പറഞ്ഞു. ആദ്യത്തെ പോയിന്റ്, ദ ഹോട്ട് ഗ്യാസ് കമ്മിങ് ത്രൂ ദ നോസിൽ പ്രൊഡ്യൂസ് ആക്ഷൻ. നോസിലിൻ്റെ ഉള്ളിൽ കൂടെ ഹോട്ട് ഗ്യാസ് പുറത്തേക്ക് വരുന്നതാണ് അവിടെ ഉണ്ടാകുന്ന ആക്ഷൻ. അതിൻ്റെ ഫലമായിട്ട് ദ റോക്കറ്റ് മൂവ് അപ്വേർഡ് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ റിയാക്ഷനാണ്. റോക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്നുള്ളത് അവിടുത്തെ റിയാക്ഷനാണ്. ഇനി ഇനീഷ്യലി ദ റോക്കറ്റ് ഈസ് അറ്റ് റെസ്റ്റ്, സോ ദ മൊമെൻറ്റം ഈസ് 0. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ, ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഈ റോക്കറ്റ് എന്താണ്, റെസ്റ്റിലാണ്. സോ അവിടുത്തെ മൊമെൻറ്റം 0 ആണ്. ഇനി റോക്കറ്റ് മൂവ്സ് അപ്വേർഡ് വിത്ത് ഹൈ മൊമെൻറ്റം. റോക്കറ്റ് അപ്വേർഡായിട്ട് മൂവ് ചെയ്യണത് ഹൈ മൊമെൻറ്റത്തോട് കൂടിയാണ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, റോക്കറ്റ് ഷുഡ് ഹാവ് ഈക്വൽ മൊമെൻറ്റം ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. റോക്കറ്റിന് ഈക്വൽ മൊമെൻറ്റം ഉണ്ടാവണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതുകൊണ്ടാണ് ഈ റോക്കറ്റ് എന്ത് ചെയ്യണത്, അപ്വേർഡായിട്ട് മൂവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷനിൽ പറയേണ്ട പോയിൻ്റ്, ആദ്യത്തെ പോയിൻ്റ്, റോക്കറ്റിൽ നോസിൽ എന്നൊരു പാർട്ടുണ്ട്. ഈ നോസിലിൻ്റെ ഉള്ളിലൂടെ ഹോട്ട് ഗ്യാസ് പുറത്തേക്ക് വരുന്നതാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആക്ഷൻ.
ഇതിൻ്റെ ഫലമായിട്ട് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ് റിയാക്ഷൻ. ഇനി റോക്കറ്റിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ തുടക്കത്തിൽ റോക്കറ്റ് റെസ്റ്റിലാണ് അല്ലേ, അപ്പോൾ അവിടുത്തെ മൊമെൻറ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത് ഹൈ മൊമെൻറ്റത്തോടു കൂടിയായിരിക്കും. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം ഈ റോക്കറ്റിന് ഈക്വൽ മൊമെൻറ്റം ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് റോക്കറ്റ് എന്ത് ചെയ്യുന്നത്? അപ്വേർഡായിട്ട് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് റീകോയിൽ ഓഫ് ഗണ്ണാണ്. റീകോയിൽ ഓഫ് ഗണ്ണ് പറയുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ബിഫോർ ഫയറിങ്, ഈ ഒരു ഫയറിങ്ങിൻ്റെ മുന്നേ, വെടിവെക്കുന്നതിൻ്റെ മുന്നേ ബുള്ളറ്റും ഗണ്ണും റെസ്റ്റിലാണ്. ബുള്ളറ്റും ഗണ്ണും എന്തിലാണ്? റെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മൊമെൻറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ആദ്യത്തെ പോയിന്റ് ഓർക്കുക, ബിഫോർ ഫയറിങ് ഗണ്ണും ബുള്ളറ്റും എന്തിലാണ്? റെസ്റ്റിലാണ്. സോ അവിടുത്തെ മൊമെൻറ്റ് 0 ആയിരിക്കും. ആഫ്റ്റർ ഫയറിങ്ങിന് ശേഷം ബുള്ളറ്റ് ഫോർവേഡായിട്ട് മുന്നിലേക്കല്ലേ മൂവ് ചെയ്യുക, സോ അതിന് പോസിറ്റീവ് മൊമെൻറ്റും ഗണ്ണ് ബാക്കിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്, സോ അതിന് നെഗറ്റീവ് മൊമെൻറ്റും ആയിരിക്കും. ഇനി ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ഇത് പോസിബിൾ ആവുന്നത് ദ ഗൺ മൂവ്സ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. ദിസ് ഈസ് നോൺ ആസ് റീകോയിൽ ഓഫ് ഗൺ. ആ ഗണ്ണ് റിവേഴ്സ് ഡയറക്ഷനിൽ ബാക്കോട്ടേക്ക് മൂവ് ചെയ്യുന്നില്ലേ, അതിനെയാണ് റീകോയിൽ ഓഫ് ഗണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് എന്താണ് ഈ റീകോയിൽ ഓഫ് ഗണ്ണിൽ ഓർത്ത് വെക്കേണ്ടത്? ബിഫോർ ഫയറിങ്ങിൻ്റെ മുന്നേ ഗണ്ണും ബുള്ളറ്റും റെസ്റ്റിലാണ്. സോ അവിടുത്തെ മൊമെൻറ്റം 0 ആണ്. ആഫ്റ്റർ ഫയറിങ്ങിന് ശേഷം ബുള്ളറ്റ് ഫോർവേഡായിട്ട് മുന്നിലേക്കും ഗണ്ണ് ബാക്ക്വേർഡായിട്ടുമാണ് മൂവ് ചെയ്യുന്നത്. ബുള്ളറ്റ് ഫോർവേഡായിട്ട് മുന്നിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് പോസിറ്റീവ് മൊമെൻറ്റും ഗണ്ണ് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെന്താണ്? നെഗറ്റീവ് മൊമെൻറ്റും ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീകോയിൽ വെലോസിറ്റി v = -mv/m. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇത് പ്രോബ്ലം സെക്ഷനിൽ എസ്എ പാർട്ടിൽ 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. v = -mv/m. സ്മോൾ ലെറ്റർ m ബുള്ളറ്റിൻ്റെ മാസാണ്, സ്മോൾ ലെറ്റർ v ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ്, ക്യാപിറ്റൽ ലെറ്റർ m ഗണ്ണിൻ്റെ മാസാണ്, ക്യാപിറ്റൽ ലെറ്റർ v ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ്. അതായിരിക്കും കണ്ടുപിടിക്കാനുണ്ടാവുക കേട്ടോ. ഇനി നമ്മൾ വെക്ടേഴ്സിൽ കുറച്ച് ഭാഗമുണ്ട്. വെക്ടേഴ്സിന് നമ്മൾ 3 വെക്ടേഴ്സ് ഓർത്ത് വയ്ക്കുക. കൊളീനിയർ വെക്ടർ, കോപ്ലാനർ വെക്ടർ, ഈക്വൽ വെക്ടർ. കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടേഴ്സ് ദാറ്റ് ആർ ലൈയിങ് ഇൻ ദ സെയിം ലൈൻ. ഒരേ ലൈനിൽ വെക്ടേഴ്സ് അറേഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരേ ലൈനിലുള്ള വെക്ടേഴ്സിനെയാണ് കൊളീനിയർ വെക്ടർ എന്ന് പറയുന്നത്. വെക്ടേഴ്സ് ഇൻ ദ സെയിം പ്ലെയിൻ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കോപ്ലാനർ വെക്ടർ എന്ന് പറയും. ഇനി നമ്മൾ 2 വെക്ടർ എടുക്കുക, എ ബി, അങ്ങനെ 2 വെക്ടർ. ഈ 2 വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഈക്വൽ വെക്ടർ എന്ന് പറയാം. 3 ടൈപ്പ് വെക്ടറാണ് നമ്മൾ പറഞ്ഞത്: കൊളീനിയർ, കോപ്ലാനർ, ഈക്വൽ. കൊളീനിയർ വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സ് ദാറ്റ് ആർ ലൈയിങ് ഇൻ ദ സെയിം ലൈനാണ്, സെയിം പ്ലെയിൻ ആണെങ്കിൽ കോപ്ലാനർ വെക്ടറാണ്. 2 വെക്ടേഴ്സിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ അത് എന്ത് വെക്ടറാണ്? ഈക്വൽ വെക്ടറാണ് കേട്ടോ. ഇനി വരുന്നത് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ. ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്എ പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിനെ അതിൻ്റെ കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുക. ഇനി ഈ ഫിഗർ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ്. ഈ ഫിഗർ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ കണ്ടുപിടിക്കണത് ഇവിടെ R എന്നുള്ളൊരു വെക്ടറിനെ ഞാൻ 2 കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്, RXും RYയും. സോ നമുക്ക് RXും കണ്ടുപിടിക്കണം, RYയും കണ്ടുപിടിക്കണം. അത് നമ്മൾ കോസ് തീറ്റ എടുക്കുക. ഇതല്ലേ തീറ്റ? ഈ തീറ്റയുടെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അതായത് ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? OA ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്രയാണ്? OC. സോ OA ഡിവൈഡഡ് ബൈ OC. ഇനി ഈ OAയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? അതാ RX എന്ന് കൊടുക്കുക. OCയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? R എന്ന് കൊടുക്കുക. സോ RX ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. ഇതെന്ന് എനിക്ക് RXനൊരു ഇക്വേഷൻ വേണം. സോ ഈ R നെ ഇപ്പുറം കൊണ്ടുപോയാൽ പോരെ. സോ RX = R × കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി ഇതേപോലെ സൈൻ തീറ്റയുടെ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് AC. സോ AC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്ര തന്നെയാണ്? OC തന്നെയാണ്. ഇനി ACയുടെ സ്ഥാനത്ത് RY എന്ന് കൊടുക്കുക, OCയുടെ സ്ഥാനത്ത് R എന്ന് കൊടുക്കുക. അങ്ങനെ നമുക്ക് RYക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. RY = R × സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ R എന്നുള്ളൊരു വെക്ടറിനെ അതിൻ്റെ കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, RXും RYയും. ഇനി ഇതിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ നോക്കുക. വൈൽ വാക്കിംഗ്, നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഗ്രൗണ്ടിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയും. ഇതിൻ്റെ ഫലമായിട്ട് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഗ്രൗണ്ട് നമുക്ക് തരുന്നുണ്ട് അല്ലേ. ആ റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ് നമ്മൾ ഫോർവേഡായിട്ട് മൂവ് ചെയ്യണത്, അല്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് ആ റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ്. ഈ അപ്ലൈഡ് ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും ഓപ്പോസിറ്റ് ആയിരിക്കും. റിയാക്ഷൻ ഫോഴ്സിന് 2 കോമ്പണൻസ് ആണ് ഉണ്ടാവുക, വെർട്ടിക്കൽ കോമ്പണൻറ്റും ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും. അടുത്ത തന്നെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ആണ്
ഈ ഒരു വ്യക്തിനെ പുഷ് ചെയ്യണത്, മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, റെസൊല്യൂഷൻ്റെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷനാണ്. നമ്മൾ നടക്കുന്ന സിറ്റുവേഷൻ ഓർക്കുക. നമ്മൾ നടക്കുന്ന സമയത്ത് ഗ്രൗണ്ടിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കും, അതിന് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയും. ഇതിൻ്റെ ഫലമായിട്ട് ഗ്രൗണ്ട് നമുക്ക് തരുന്ന ഫോഴ്സാണ് റിയാക്ഷൻ ഫോഴ്സ്. ഈ അപ്ലൈഡ് ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടായിരിക്കുക. റിയാക്ഷൻ ഫോഴ്സിന് എഗെയിൻ 2 കോമ്പണൻറ്റ്സ് ഉണ്ട്, വെർട്ടിക്കൽ കോമ്പണൻറ്റും ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും കേട്ടോ. അതിനുശേഷം ഈ ഫിഗർ ഓർത്ത് വയ്ക്കാം, ഫിഗർ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഇഫ് 2 വെക്ടേഴ്സ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ, 2 വെക്ടേഴ്സ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ദെൻ അതിൻ്റെ റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു എ പ്ലസ് ബി ആയിരിക്കും. 2 വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു എ മൈനസ് ബി ആയിരിക്കും. 1 വേർഡിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ ശ്രദ്ധിക്കുക, 2 വെക്ടേഴ്സ് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു എ പ്ലസ് ബിയും, 2 വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു എ മൈനസ് ബിയും ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ക്വിക്ക് റിവിഷനായിട്ട് എടുത്താൽ മതി നിങ്ങൾ. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ എസ്എ പോർഷനിൽ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റും, അതേപോലെ തന്നെ റീകോയിൽ വെലോസിറ്റിയുടെ പ്രോബ്ലം, എററിൻ്റെ തിയറി, യൂണിറ്റ് സിസ്റ്റം, എസ് എ യൂണിറ്റ് സിസ്റ്റം, CGS, FPS, MKS ആ ഭാഗമൊക്കെ എസ് എ ആയിട്ട് മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ പഠിക്കുമ്പോൾ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ടോപ്പിക്സിനെ അപ്രോച്ച് ചെയ്യുക കേട്ടോ. പിന്നെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നല്ല രീതിയിൽ ഈ ക്ലാസ് കേട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ ആദ്യത്തെ ഭാഗം ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ ആൻഡ് ലീനിയർ വെലോസിറ്റി കേട്ടോ. എസ് എ പാർട്ടിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, 7 മാർക്കിൻ്റെ എസ് എ സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആംഗുലാർ ആൻഡ് ലീനിയർ ആക്സിലറേഷൻ തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ ടി ആണ്. ഇവിടെ അതാണ് ആദ്യം നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി ആൽഫ ഈക്വൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1/t ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒമേഗ 1 ഈക്വൽ ടു V1/r ആണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗ 2 ഈക്വൽ ടു എന്തായിരിക്കും, V2/r ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒമേഗ 1 ഈ ഇക്വേഷനിൽ ഒമേഗ 2ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, V2/r കൊടുക്കുക. ഒമേഗ 1ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, V1/r കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനൊരു ഇക്വേഷൻ വരും. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം 6 2 സ്ഥലത്തും കോമൺ ആണല്ലേ. അപ്പോൾ 6നെ നമ്മൾ 1/r ആക്കി എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്, V2 മൈനസ് V1 ഉണ്ട്, താഴെ ഒരു T ഉണ്ട്. ഇനി നമ്മൾ ചെയ്തത് ഈ 1/rനെ ഇവിടെ തന്നെ വെച്ചു, എന്നിട്ട് V2 മൈനസ് V1/t എന്ന് എഴുതി. V2 മൈനസ് V1/t എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്, എ ആണ്. സോ ഈ V2 മൈനസ് V1/tയുടെ സ്ഥാനത്ത് നമ്മൾ ഇനി എന്ത് കൊടുക്കുക, എ എന്ന് കൊടുക്കുക. അപ്പോൾ ബാക്കി അവിടെ എന്താ ഉള്ളത്, ഒരു 1/r ഉണ്ട്, ഇൻറ്റു എ എന്ന് വരും. സോ 1 ഇൻറ്റു എ എന്താണ്, എ ബൈ എന്തുണ്ട്, ആർ ഉണ്ട്. സോ A/r എന്ന ആൻസർ കിട്ടും കേട്ടോ. നമ്മളിവിടെ എന്താ ചെയ്തത്, ആൽഫ ഈക്വൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1/t എന്നുള്ള ഇക്വേഷൻ, ഇതിൽ ഒമേഗ 2ൻ്റെ സ്ഥാനത്ത് V2/rഉം ഒമേഗ 1ൻ്റെ സ്ഥാനത്ത് V1/rഉം കൊടുത്തു. 2 സൈഡിലും 6 ഉള്ളതുകൊണ്ട് 6നെ നമ്മൾ കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ടീനെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ എഴുതി. V2 മൈനസ് V1/t എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്. സോ ഈ V2 മൈനസ് V1/tയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, എ എന്ന് കൊടുത്തു, ആക്സിലറേഷൻ എന്ന് കൊടുത്തു കേട്ടോ. ഓർത്ത് വയ്ക്കുക, എസ് എ പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ ആൻഡ് ലീനിയർ വെലോസിറ്റി V ഈക്വൽ ടു S/t ആണ്. വെലോസിറ്റി V ഈക്വൽ ടു S/t ആദ്യം നമ്മൾ എഴുതേണ്ട സ്റ്റെപ്പാണ് കേട്ടോ. വെലോസിറ്റി V ഈക്വൽ ടു S/t. S ഈക്വൽ ടു r തീറ്റയാണ്. അപ്പോൾ V ഈക്വൽ ടു S/tയുടെ സ്ഥാനത്ത്, S/tയിൽ ഈ എസിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക, r തീറ്റ എന്ന് കൊടുക്കുക. സോ r തീറ്റ/t എന്ന് വരും. ഇനി നമുക്കറിയാം ഈ θ/t എന്താണ്, ഒമേഗയാണ്. സോ V ഈക്വൽ ടു ഇവിടെ എന്താ ബാക്കിയുള്ള 6 കൊടുത്തു, θ/tയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, ഒമേഗ കൊടുക്കുക. സോ V ഈക്വൽ ടു r⍵ എന്ന് കിട്ടും. നമ്മൾ എന്താ ചെയ്തത്, ആദ്യം V ഈക്വൽ ടു S/t എന്ന് കൊടുത്തു, എന്നിട്ട് എസിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, r തീറ്റ എന്ന് കൊടുത്തു. V ഈക്വൽ ടു ആദ്യം S/t എന്ന് കൊടുക്കുക, ഈ സ്റ്റെപ്പ്. എന്നിട്ട് എസിൻ്റെ സ്ഥാനത്ത് r തീറ്റ കൊടുക്കുമ്പോൾ r θ/t എന്ന് വരും. ഇനി നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ θ/t ആണ്. സോ V ഈക്വൽ ടു r ഇൻറ്റു ഒമേഗ എന്ന് കിട്ടും കേട്ടോ. ഇനി ഡിഫൈൻ ആംഗുലാർ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ. ആംഗുലാർ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ. ഇവിടെ നമുക്ക് ആംഗുലാർ വെലോസിറ്റിയാണ് വേണ്ടത്. സോ അതെന്തായിരിക്കും, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആയിരിക്കും. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഒമേഗ ഈക്വൽ ടു θ/t എന്ന് കിട്ടും. അടുത്തത് വരുന്നത് ആംഗുലാർ
ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം അല്ലേ. സോ ആംഗുലാർ ആക്സിലറേഷൻ എന്താ വരിക? ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. സോ ആൽഫ ഈക്വൽ ടു ഒമേഗ ബൈ ടി. ഇനി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഈക്വൽ ടു എസ് ബൈ ആർ ആണ് കേട്ടോ. പിന്നെ വരുന്ന രണ്ട് തിയറങ്ങളാണ്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യയായിട്ട് ബന്ധപ്പെട്ട രണ്ട് തിയറങ്ങളാണ്. പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും കേട്ടോ. ഈ ചിത്രവും ഇക്വേഷനും ആ തിയറത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ വരുന്നത് ഡിഫൈൻ ദ ടേം ടോർക്ക് ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ടോർക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എഴുതുക. ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ്. റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് കണ്ടുപിടിക്കാൻ ടോ വെച്ചിട്ടാണ് നമ്മൾ ടോർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടോ ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. ഐ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്, ആൽഫ എന്ന് വെച്ചാൽ ആംഗുലാർ ആക്സിലറേഷനാണ് കേട്ടോ. ഐ എന്ന് വെച്ചാൽ ആംഗുലാർ ആക്സിലറേഷനാണ്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൽഫ എന്ന് വെച്ചാൽ ആംഗുലാർ ആക്സിലറേഷനാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത് ആംഗുലാർ മൊമെൻറ്റം എന്താണ്? ആംഗുലാർ മൊമെൻറ്റം എൽ ഈക്വൽ ടു ഐ ഒമേഗയാണ്. ഐ എന്താ? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഒമേഗ എന്താ? ആംഗുലാർ വെലോസിറ്റി. സോ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഡെഫിനേഷൻ കിട്ടില്ലേ? പ്രൊഡക്റ്റ് ഓഫ് എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റാണ്? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആൻഡ് ആംഗുലാർ വെലോസിറ്റി. ടോർക്ക് എന്ന് വെച്ചാൽ എന്താ? റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ്. ടോ ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫയാണ് ഇക്വേഷൻ. ഇതിൽ ഐ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്, ആൽഫ ആംഗുലാർ ആക്സിലറേഷനാണ്. ആംഗുലാർ മൊമെൻറ്റം എൽ ഈക്വൽ ടു ഐ ഒമേഗയാണ് ഇക്വേഷൻ. പ്രൊഡക്റ്റ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആൻഡ് ആംഗുലാർ വെലോസിറ്റിയാണ്. ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്, ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റിയാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചു. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആണ്, മാറിപ്പോവരുത് കേട്ടോ. ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാം. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ആ സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ആയിട്ട് അനുഭവപ്പെടുന്ന എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ്റ്റേണൽ ടോർക്ക് സീറോ ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ആംഗുലാർ മൊമെൻറ്റം എന്താ? എൽ ഈക്വൽ ടു ഐ ഒമേഗ അല്ലേ. അപ്പോൾ ഇവിടെ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എൽ ഈക്വൽ ടു ഐ ഒമേഗ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? I1 ω1 ഈക്വൽ ടു I2 ω2 ആണ്. ഇവിടെ ഞാൻ ഈ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇൻക്രീസ് ചെയ്യുമ്പോൾ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യണം? കുറയണം. ഐ കൂടുമ്പോൾ ഒമേഗ എന്ത് ചെയ്യണം? കുറയണം. സോ എന്താ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ ടോർക്ക് 0 ആകുമ്പോൾ, 0 ആകുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഒരു സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ ടോർക്ക് 0 ആകുമ്പോൾ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. സോ എൽ ഈക്വൽ ടു ഐ ഒമേഗ ഒരു കോൺസ്റ്റൻ്റ് ആണ്. എൽ ഈക്വൽ ടു ഐ ഒമേഗ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ I1 ω1 ഈക്വൽ ടു I2 ω2 ആയിരിക്കും. സോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒമേഗ ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. ഇനി നമ്മൾ വരുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയിലേക്കാണ്. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു mr². മൊമെൻറ്റ് ഓഫ് ഇനർഷ്യനെ ഐ എന്ന് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. വേറൊരെണ്ണം നമ്മൾ ഐ വെച്ചിട്ട് റെപ്രസെൻറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ, ഇമ്പൾസ് ആണ് കേട്ടോ. ഐ ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഐ ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ ഈക്വൽ ടു m ഇൻറ്റു r² ആണ് കേട്ടോ. പ്രൊഡക്റ്റ് ഓഫ് എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റാ? മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഇനി മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിജിഡ് ബോഡി നമ്മൾ 3 കല്ലുകൾ കൺസിഡർ ചെയ്യുക. മൂന്നിൻ്റെ മാസ് m1 m2 m3, ഡിസ്റ്റൻസ് r1 r2 r3 ആണ്. ആദ്യം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യൻ്റെ ഇക്വേഷൻ ഐ ഈക്വൽ ടു mr². ഇപ്പോൾ ഇവിടെ നമ്മൾ ഐ ഈക്വൽ ടു mr² ആണല്ലേ. ആദ്യത്തെ കല്ലിൻ്റെ കേസിൽ മാസ് m1 ഉം ഡിസ്റ്റൻസ് r1 ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? m1 ഇൻറ്റു r1². അങ്ങനെയാണ് അടുത്തതോ m2 ഇൻറ്റു r2². അടുത്തത് എങ്ങനെ വരും? ഐ ഈക്വൽ ടു I3 ഈക്വൽ ടു m3 ഇൻറ്റു r3². ഇനി നമുക്ക് ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാൻ ഇത് 3 കൂടി അങ്ങ് കൂട്ടി വെച്ചാൽ പോരെ. സോ എന്താ വരിക? ഐ ഈക്വൽ ടു m1 r1² പ്ലസ് m2 r2² പ്ലസ് m3 r3² എക്സെട്ര. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിജിഡ് ബോഡിയാണ് കേട്ടോ ഇത്. 3 ചിത്രം വരച്ച് വയ്ക്കുക. m1 r1, m2 r2, m3 r3 4 വരയ്ക്കുക കേട്ടോ. 3 ചിത്രം 3 വരച്ച് വയ്ക്കുക. എന്നിട്ട് ആദ്യം ഐ ഈക്വൽ ടു mr² മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ ഈക്വൽ ടു m ഇൻറ്റു r².
പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. I = mr². അപ്പോൾ ആദ്യം I1, ആദ്യത്തെ കല്ലിൻ്റെ കേസിൽ I1 മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I1 = m1 × r1², I2 = m2 × r2², I3 = m3 × r3². എന്നിട്ട് നമ്മളെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യുക. സോ I = m1 r1² + m2 r2² + m3 r3². മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിജിഡ് ബോഡി. നെക്സ്റ്റ് ടോപ്പിക്കാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മുതൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരെയുള്ള ഈ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, റേഡിയസ് ഓഫ് ഗൈറേഷൻ K എന്ന് പറയുക കേട്ടോ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് മാസ് ടു ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സെൻറ്റർ ഓഫ് മാസ് മുതൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരെയുള്ള ലെങ്ത്താണ് എന്ത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, K = √I/m. ഓർത്ത് വയ്ക്കുക കേട്ടോ, K = √I/m, റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ബാങ്കിങ് ഓഫ് റോഡിലേക്കും ബാങ്കിങ് ഓഫ് റെയിലിലേക്കുമാണ് കേട്ടോ. എന്താ ബാങ്കിങ് ഓഫ് റെയിലും റോഡും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടേൺ അല്ലേ, റോഡിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വളവിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, വെൻ എ മൂവിങ് വെഹിക്കിൾ ടേക്സ് എ ടേൺ ഇറ്റ് ട്രാവൽസ് അലോങ് എ നിയർലി സർക്കുലർ ട്രാക്ക്. ഒരു മൂവിങ് വെഹിക്കിൾ അതൊരു ടേൺ, ഒരു വളവ് വളയ്ക്കുന്ന സമയത്ത് അത് നിയർലി എന്താണ്, സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പർ പൊസിഷൻ ഓഫ് ദ കർവ്ഡ് പാത്ത് എന്ന് പറയുന്നത് എപ്പോഴും ലോവർ പൊസിഷനെയും കാട്ടി എന്തായിരിക്കും, കുറച്ച് ഹൈറ്റിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ ബാങ്കിങ് എന്ന് പറയുക കേട്ടോ. ഇനി ടാൻ തീറ്റ, ആംഗിൾ ഓഫ് ബാങ്കിങ് കണ്ടുപിടിക്കാൻ, ആംഗിൾ ഓഫ് ബാങ്കിങ് ആണ് തീറ്റ. തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് തീറ്റ = tan ഇൻവേഴ്സ് v² / rg. ഇതിൽ v സ്പീഡാണ്, r റേഡിയസ് ആണ്, g 9.8 ആണ്. ഇക്വേഷൻ പ്രത്യേകം ഓർത്ത് വയ്ക്കുക, SA പാർട്ടിൽ 7 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. തീറ്റ = tan ഇൻവേഴ്സ് v² / rg. ഇനി നമ്മൾ റെയിൽവേൻ്റെ കേസിലേക്ക് വരുമ്പോൾ ബാങ്കിങ് ഓഫ് റെയിലും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിലിൻ്റെ ഹൈറ്റ്, D എന്ന് പറഞ്ഞാൽ റെയിലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ H ഹൈറ്റ് കണ്ടുപിടിക്കാൻ, റെയിലിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ, എലിവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് H = v² / rg. ഇതിൽ v സ്പീഡാണ്, D ഡിസ്റ്റൻസ് ആണ്, r റേഡിയസ് ആണ്, g 9.8 ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. 2 ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ആംഗിൾ ഓഫ് ബാങ്കിങ് തീറ്റ = tan ഇൻവേഴ്സ് v² / rg, വേറൊന്ന് H = v² D / rg. പിന്നെ നമ്മൾ തൊട്ട് മുന്നേ വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, റീകോയിൽ വെലോസിറ്റി ക്യാപിറ്റൽ ലെറ്റർ v = -mv / m കേട്ടോ. പിന്നെ എറർ കണ്ടുപിടിക്കാൻ പ്രോബ്ലത്തിലേക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഇക്വേഷൻസ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആണ് അല്ലേ. റോഡിൻ്റെ കേസിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I = 1/12 ml², റിംഗ് ആണെങ്കിൽ I = mr², ഡിസ്ക് ആണെങ്കിൽ I = 1/2 mr², ഹോളോസ്ഫിയർ ആണെങ്കിൽ I = 2/3 mr², സോളിഡ് സ്ഫിയർ ആണെങ്കിൽ I = 2/5 mr². ഇത് 1 വെയിറ്റേജിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ഷേപ്പ് തന്നിട്ട് അതിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. അതിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ഈ 5 ഷേപ്പിൻ്റെ നെയിമും അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനും ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് സെൻട്രിപിറ്റൽ ഫോഴ്സും സെൻട്രിപിറ്റൽ ആക്സിലറേഷനുമാണ്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫോഴ്സാണ് എന്ത്, സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് നമുക്കറിയാം, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം F = ma ആണ്. പക്ഷേ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് F = m × v² / r ആണ് കേട്ടോ. സെൻട്രിപിറ്റൽ ഫോഴ്സ് F = mv² / r ആണ്. ഇതിൽ m മാസും v വെലോസിറ്റി, r റേഡിയസ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കേട്ടോ. ഇനി സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിപിറ്റൽ Acceleration of a particle moving along a circular path is always directed towards the center of the circle. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷൻ എപ്പോഴും എന്തായിരിക്കും, ആ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും. ഈ ആക്സിലറേഷനാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുക. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A = v² / r ആണ്. A = v² / r ആണ്. ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ഇനി ഒന്നാമത്തെ മൊഡ്യൂളിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി തന്നിട്ടുണ്ടാവും. v = u + at. അതേപോലെ തന്നെ S = എന്താ ഇക്വേഷൻ, ut + ½ at². വേറൊന്നും കൂടെ ഉണ്ട്, v² = u² + 2
എ എസ് ഈ 3 ഇക്വേഷൻസ് നോക്കി വയ്ക്കുക. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ 3 ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ്. ആക്സിലറേഷൻ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. വി ഫൈനൽ വെലോസിറ്റി, യു ഇനീഷ്യൽ വെലോസിറ്റി, ടി ടൈമാണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആവുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? റെസ്റ്റ് എന്നൊരു വസ്തു മോഷൻ തുടങ്ങുമ്പോൾ അല്ലേ, ഇനീഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇനീഷ്യലി അറ്റ് റെസ്റ്റ് എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക, അവിടെ യു എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക കേട്ടോ, എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. പിന്നെ നമ്മൾ പറഞ്ഞത് ആ 3 ഇക്വേഷൻ ഓഫ് മോഷൻ 3 ഓർത്ത് വയ്ക്കുക. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞത് റീകോയിൽ വെലോസിറ്റി വി ഈക്വൽ ടു നെഗറ്റീവ് എം വി ബൈ എം ആണ്. നെഗറ്റീവ് എം വി ബൈ എം ആണ്. പിന്നെ വരുന്നത് ആംഗിൾ ഓഫ് ബാങ്കിങ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്താ ഇക്വേഷൻ? വി സ്ക്വയർ ബൈ ആർ ജി ആണ്. ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി. ഇത് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു ഭാഗം ചെയ്തിട്ട് അതിൻ്റെ ടാൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ വേറെ വരുന്നൊരു ഇക്വേഷൻ മൊമെൻറ്റത്തിൻ്റെയാണ്. മൊമെൻറ്റം പി ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുള്ള വേറെ ഇക്വേഷൻസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പല ഷേപ്പിൻ്റെതും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ നമ്മൾ ഓർത്ത് വയ്ക്കുക, ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഫോഴ്സും മാസും തന്നിട്ടുണ്ടെങ്കിൽ എ ഈക്വൽ ടു എഫ് ബൈ എം എന്നൊരു ഇക്വേഷൻ ഉണ്ടെന്ന് ഓർക്കുക കേട്ടോ. ഫോഴ്സും മാസും തന്നിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എ ഈക്വൽ ടു എഫ് ബൈ എം എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യക്ക് എന്തിനാണ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെന്നല്ലേ, നമ്മളോട് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് നമ്മുടെ കയ്യിലുള്ളൊരു ഇക്വേഷൻ. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇക്വേഷൻ. ടൈം അവർ തരും, വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി അവർ തരും. ചിലപ്പോൾ ഇനീഷ്യലായിട്ട് റെസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ യു 0 ആക്കി എടുക്കണം. ടൈം തരും. ആക്സിലറേഷൻ തന്നില്ല, പകരം ഫോഴ്സും മാസും ആണ് തന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എ ഈക്വൽ ടു എഫ് ബൈ എം എന്നുള്ള ഇക്വേഷൻ നോക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. 2 മൊഡ്യൂൾ നമ്മളൊരു ക്വിക്ക് റിവിഷനാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. നന്നായിട്ട് വായിക്കുക. പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് യൂണിറ്റ്സൊക്കെ ചേർത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ യൂണിറ്റ്സൊക്കെ എന്തായാലും അതിൻ്റെ കൂടെ എഴുതണം. പിന്നെ വാല്യൂസൊക്കെ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻസൊക്കെ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക, ഇക്വേഷൻസൊക്കെ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക, ലാസ്റ്റ് യൂണിറ്റ് കൊടുക്കുക. പ്രധാനപ്പെട്ട ഇക്വേഷൻസൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഫസ്റ്റ് മൊഡ്യൂളിലും കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം സെക്കൻഡ് മൊഡ്യൂളിലുമാണുള്ളത്. അത് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ.